അനനെ, നിനക്ക് ഈ വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി? അല്ല, ഞങ്ങളുടെയൊക്കെ ബോയ് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങള് ഇവിടെ കറങ്ങാൻ പോകുന്നുണ്ട്. നീ പോണില്ല? നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല? സാരമില്ല കേട്ടോ. അല്ലെങ്കിലും ബോയ്സിന് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. ആയിരിക്കും നീ ഫീൽ ആവണമെന്ന് വെച്ചില്ല. നിനക്ക് സമയം ഉണ്ടടി. നീ അങ്ങനെ അതിനിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഇപ്പൊ എന്തായാലേ അത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഏതായാലും പോകണ്ട്. നമ്മൾ എവിടെയാണ് പോണേ? മാരിയിട്ടുണ്ട് അവിടെ. ഓ, ഞങ്ങൾ അവിടെ ഉള്ളൊരു റെസ്റ്റോറന്റില് എന്താ രാഹുൽ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അവിടെ പോണം. നിനക്ക് വേറെ പ്ലാൻസ് ഒന്നും ഇല്ല അല്ലേ? സാരമില്ല, നിനക്ക് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വീട്ടിലിരിക്കാം. നിനക്ക് എക്സ്ട്രാ സമയമുണ്ട്. നമുക്ക് വന്നിട്ട് വേണം എഴുതാൻ. എന്താ ചെയ്യാ, പിന്നെ മാരെ ഓൾറെഡി ബുക്കും ചെയ്തു പോയി. കുഴപ്പമില്ല. നിനക്കോ? ഓടി 85 ഒക്കെ ചുമ്മാ പറയണായിരിക്കും. ചിലപ്പം മാമിന് വല്ല ഇത്തവണ ഭയങ്കര ഭയങ്കര ജനറസ് ആയതായിരിക്കും മാം. അതുകൊണ്ടായിരിക്കും 85 കൊടുത്തത്. വഴിയില്ലയോ? എന്റെ പേപ്പർ കിട്ടില്ല. ചിലപ്പോ എനിക്ക് ഫുൾ മാർക്സ് ഉള്ളതുകൊണ്ടായിരിക്കും, പറയാൻ പറ്റില്ല. എന്നാലും നിനക്ക് 85 കോപ്പി എല്ലാം അടിച്ച് എഴുതിയതായിരിക്കും. അല്ലാതെ ഇത് കൊച്ചടിക്ക് ബുക്കൊക്കെ എങ്ങനെയാ 85 കിട്ടുന്നേ? എനിക്കറിയില്ല. ഞാൻ ഇതൊക്കെ 85 കിട്ടാനുണ്ടെങ്കിൽ എന്താ പറഞ്ഞോളൂ, ഒരു കുട്ടിയാണ്. മാം ചിലപ്പോ നീ എങ്ങാനും കിട്ടിയതായിരിക്കും. സത്യം പറയാലോ, നിനക്ക് ഈ കളർ ഒട്ടും ചേരില്ല കേട്ടോ. സീരിയസ്ലി. ശരിക്കും നിനക്ക് എന്താ ഇത്ര കളർ കുറഞ്ഞു? ഞാൻ എപ്പോഴും ആലോചിക്കും. കാരണം നിന്റെ അമ്മയ്ക്കും ചേച്ചിക്കും നല്ല കളർ, നല്ല വെളുത്തിട്ടാടി. സീരിയസ്ലി പക്ഷെ അതിന് അത്ര കളറില്ല അല്ലെ? ഞാൻ ഇന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ലൈക്ക് ഞാൻ ഇപ്പോഴും ആലോചിക്കണം. ഞാൻ ഇവളുടെ അമ്മേനെയും ചേച്ചിനെയും കണ്ടിട്ടുണ്ട്. ഇവിടെ മീറ്റിങ്ങിനൊക്കെ വന്നിട്ടുണ്ടേ. അപ്പൊ ഇവളെന്താ കറുത്തു പോയി? നീ വല്ല ബ്രൈറ്റനിങ് ക്രീമോ അങ്ങനെ വല്ലതും തേച്ചോക്കെ. ഞാനും ഈ കളർ കൂടിയ നല്ലതല്ലേ? അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ കളറില്ലാന്ന് ഉദ്ദേശിച്ചില്ല. എന്നാലും കുറച്ചൊരു കളർ നല്ലതാണല്ലോ. പക്ഷെ കറുത്തിട്ട് ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. നീ നോക്ക്. അങ്ങനെ ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചതാട്ടോ. നീ ബോയ്സിന്റെ അടുത്ത് മാത്രമാണോ മിണ്ടുള്ളൂ? ഗേൾസിന്റെ അടുത്തൊന്നും മിണ്ടൂല അല്ലേ? ഞങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന കാര്യം, നീ എപ്പോഴും ബോയ്സിന്റെ അടുത്ത്, നമ്മുടെ അടുത്തൊന്നും മിണ്ടൂലേ നീ? അല്ല, ഞങ്ങൾ കണ്ടോണ്ട് ചോദിച്ചാട്ടോ, വേറെ ഒന്നും അല്ല. ഞങ്ങൾ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ.